ഗൈസ് നമ്മുടെ ഡേ 3 ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാ ഇന്നത്തെ വിശേഷം ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് വരും കേട്ടോ. അപ്പോൾ ഓഫീസ് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാ ഇറങ്ങുകയാണ് കേട്ടോ. പിന്നെ ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ മക്കളെ നമ്മളൊരു 6 മണിക്ക് കിച്ചണിൽ കയറിയതാണ് കേട്ടോ. നമ്മൾ ഇടിപിടി വെച്ചിട്ടാണ് നമ്മളെല്ലാ പണികളും ചെയ്തെടുക്കുന്നത്. ഞാൻ ഒരാളല്ലേ ഉള്ളൂ, എന്താ ചെയ്യുക. അങ്ങനെ ഇതാ ചെമ്മീൻ തലേന്ന് തന്നെ ഞാൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്ത് മീനും തലേന്ന് തന്നെ ക്ലീൻ ആക്കി വെക്കും, എന്നാലും നമുക്ക് രാവിലെ പെട്ടെന്ന് കറി ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതാ മക്കൾക്കും ഹസ്ബൻഡിനുള്ള അരിപ്പൊടിൻ്റെ ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഞാൻ പച്ചരി വെള്ളത്തിലിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ അപ്പോൾ ചെമ്മീനോടെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഐസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മുടെ വേണം ചായക്ക് വെള്ളം വെച്ചതാ ചൂടായി വന്നപ്പോൾ നമ്മൾ ബോച്ചോൻ്റെ ചായപ്പൊടി കേട്ടോ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇട്ട് ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവർക്കും കട്ടൻ ചായയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇതാ മക്കൾക്കും ഹസ്ബൻഡിനുള്ള ദോശ ഓരോന്നായിട്ട് അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്നിട്ടാണ് വിചാരിക്കുന്നത്. പിന്നെ അതല്ല ഗൈസ്, എനിക്ക് നല്ലൊരു പണി കിട്ടിയ ദിവസമാണ്. നമ്മുടെ ഗ്യാസ് തീർന്നു പോയിട്ടാണ്. പക്ഷെ ദോശയും കറി പകുതി ആയപ്പോഴാണ് തീർന്നത് ഗൈസ്. ദാ ഇപ്പോൾ തീർന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടുപ്പ് അല്ലാതെ ഉപയോഗിക്കലൊന്നുമില്ല, അതങ്ങനെ ജസ്റ്റ് മൂടിയിട്ടതായിരുന്നു. അപ്പോൾ അതൊക്കെ തുറന്ന് സെറ്റാക്കി കത്തിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ പാത്രം മാറ്റിയിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാനായിരുന്നു മറ്റേത്. അപ്പോൾ ഇതാ മൺചട്ടിലോട്ടൊക്കെ ഇട്ട് നല്ല വരട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ചെമ്മീൻ വരട്ടിയതും ഗോതമ്പ് ദോശയാണ് ഞാൻ ഓഫീസിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ കഴിക്കാനും എനിക്ക് ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത്. അരിപ്പൊടിൻ്റെത് മക്കൾക്കും ഹസ്ബൻഡിനും വേണ്ടിയിട്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് മീൻ ചിക്കനൊക്കെ കഴിക്കാം കേട്ടോ. അതൊക്കെ പ്രോട്ടീനായിട്ടുള്ള ഫുഡല്ലേ, അതൊക്കെ കഴിക്കാം. പക്ഷെ ഈ മറ്റേ പൊരിച്ച ഐറ്റംസ് ഉണ്ടല്ലോ, ബേക്കറി കാര്യങ്ങൾ, അതൊക്കെ നല്ലോണം ഒഴിവാക്കാൻ വേണം കേട്ടോ. എന്നാലേ പെട്ടെന്ന് നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവുള്ളൂ. പിന്നെ അതല്ല ഗൈസ്, ഞാൻ 1 വീക്ക് മുന്നേ നോക്കിയതാണ് വെയിറ്റ്. പക്ഷേ ഇപ്പോൾ നോക്കിയില്ല, ഇനി നോക്കണം. ഇപ്പോൾ എത്ര വെയിറ്റ് ഉണ്ടെന്നുള്ളത് അതൊന്നും അറിയണം. എന്നിട്ട് എത്ര കുറഞ്ഞെന്നല്ല അപ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഗൈസ് മൊത്തം പുകട്ട് മൂടിയിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റത്തെ ദോശൻ്റെ കോലം കണ്ട് നിങ്ങൾ നട്ടിട്ടുണ്ട്. എന്താണെന്ന് പറയുക, ഫസ്റ്റത്തെ നന്നായിട്ടില്ല, അതന്നെ വേറെ അപ്പം എന്താ. അതിലോട്ട് ഞാൻ എന്താ കാട്ടിയൊരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്. അപ്പോൾ അതിലോട്ട് കുറച്ച് ചെമ്മീൻ കറിയൊക്കെ അങ്ങോട്ട് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 2 മടക്കി അതിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ മയിൽക്കൂട്ടം ഇവിടെ വന്നിട്ടുണ്ട്. അവൻ കുറേ നേരമൊക്കെ സൗണ്ട് ഉണ്ടാക്കി തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും കടിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ കഷ്ണമൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്, കഴിച്ച് പോവാറുണ്ട് കേട്ടോ. അപ്പോൾ എന്നും വരുന്ന ഇതാണ് അവന്. അപ്പോൾ ഇതാ ലഞ്ച് ബോക്സ് ആക്കിയിട്ടുണ്ട് കൊണ്ടുപോകാനുള്ള. ഇപ്പോൾ വീട്ടിൽ നിന്ന് കഴിക്കാനുള്ള ദോശയാണെങ്കിൽ ഇതിൻ്റെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നും ചെയ്തിട്ടോ. ഇത് പിന്നെ അങ്ങനെയാണല്ലോ. പിന്നെ അതാ ഒരു കുബൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ കെൻസൊക്കെ അത് മതിയാണ്. അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പോത്തിനും എടുക്കാൻ പോയപ്പോൾ അതൊരു പകുതി കരിഞ്ഞിരിക്കുന്നു കേട്ടോ. അതൊന്നും നീറ്റാക്കണ്ട. അങ്ങനെ ചായപൊടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഓഫീസിൽ പോവാട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വണ്ടിയിലായത് കാരണം പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. നടക്കാനൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്നാലും വല്ലാതെ വേർത്തിട്ടില്ല. പിന്നെ രാവിലെ ഇതാ വർക്കൗട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 7 മണിക്കും വർക്കൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. 2 നേരമായിട്ടോ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ നോക്കുക. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ വെയിറ്റ് എത്രയെന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. 1 വീക്ക് മുന്നേ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ചെയ്യുന്ന മുന്നേ ഞാൻ നോക്കിയിട്ടില്ല. അത് നോക്കിയിട്ട് അതിൻ്റെ അപ്ഡേഷനൊക്കെ ഞാൻ തരുന്നതാട്ടോ. ഇനി എത്ര കിലോ ഞാൻ കുറച്ച് എന്നുള്ളതൊക്കെ ഞാൻ അപ്ഡേഷൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വളരെ കൂടിക്കോ. പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും തടി കുറക്കാം. ഒന്നാമത് തന്നെ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇടാനാട്ടോ. നമ്മൾ അവിടെ ഇവിടെയൊക്കെ കാണുന്ന ഡ്രസ്സൊന്നും നമുക്ക് ഇടാൻ പറ്റില്ല, തടി ഉണ്ടായതുകൊണ്ട് നമ്മൾ ബോറാവുമെന്നൊക്കെ തോന്നുമല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കണം. അപ്പോൾ ഇനി അങ്ങോട്ട് നാളേക്ക് വെക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ തന്നെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് ഒരു 1 മാസമാണ് ഞാൻ വിചാരിക്കുന്നത്. 1 മന്ത് നോക്കിയിട്ട് എന്താ റിസൾട്ട് എന്നുള്ളത് പിന്നീടും ഞാൻ ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. നല്ലോണം വെള്ളം കുടിക്കുക, പിന്നെ അതുപോലെ വർക്കൗട്ട് ചെയ്യുക, നല്ല ഭക്ഷണം കഴിച്ചിട്ട് തന്നെയാണല്ലോ നമ്മൾ തടി കുറക്കുന്നത്, അല്ലാതെ പട്ടിണി കിടന്നിട്ടൊന്നുമല്ല. അപ്പോൾ അതൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുന്നത്. രാവിലെ ഞാൻ കഴിച്ചത് തന്നെയാണ് ഉച്ചയ്ക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ നൈറ്റിൽ വേറെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, വീറ്റ് ബ്രെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ കൊടുത്താൽ ആടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ ലൈക്കും കൂടെ തരിക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ടാട്ടോ ഇന്ന് വരുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യുക. അപ്പോൾ അത് ഗൈസ് നമ്മുടെ ലഞ്ച് ടൈം ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇതാ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നല്ലോണം വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനത്തെ ഗൈസ് ഞാൻ ഡിന്നറിന് എടുത്തിട്ടുള്ളത് ബ്രെഡും അതുപോലെ തന്നെ രാവിലത്തെ ചെമ്മീൻ കറി കുറച്ചുണ്ടായിരുന്നു കേട്ടോ. മക്കൾക്കൊക്കെ വേറെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതാട്ടോ കഴിച്ചത്. അത് കഴിഞ്ഞ ശേഷം ഇത്രക്കും വെള്ളം കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.